ഇനി നമുക്ക് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെയും പൈങ്കുനി ഉത്ര മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. പത്മനാഭ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങളിൽ ആദ്യത്തേതാണ് പൈങ്കുനി ഉത്സവം. ഉത്സവം 10 നാൾ നീണ്ടു നിൽക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തെ കാഴ്ചകൾ? നിവാസികൾ അതീവ പുണ്യമായി കരുതുന്ന 2 ഉത്സവങ്ങളാണ്, പത്മനാഭസ്വാമിയുടെ 2 ഉത്സവങ്ങളാണ് ഈ അൽപ്പശി പൈങ്കുനി മഹോത്സവങ്ങൾ. വർഷത്തിൽ 2 തവണ ഈ തിരുവാറാട്ടോടുകൂടി അവസാനിക്കുന്ന 2 ഉത്സവങ്ങളാണ്. ആ ഉത്സവത്തിന്, പൈങ്കുനി ഉത്സവത്തിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. ക്ഷേത്രത്തിൻ്റെ പരിസരം മുഴുവനും ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും പഞ്ചപാണ്ഡവന്മാരുടെ മൂർത്തി ഈ കിഴക്കേ നടയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് 8:30 മണിയോട് കൂടിയാണ് ഈ പൈങ്കുനി ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. ചടങ്ങുകൾ ആരംഭിച്ച് കഴിഞ്ഞാൽ ഈ പൗരാണികമായിട്ടുള്ള ചടങ്ങുകൾ, അതായത് പാരമ്പര്യമായ വിധിപ്രകാരമുള്ള, പണ്ട് എങ്ങനെയാണോ നടത്തി വന്നിരുന്നത്, ഈ രാജഭരണകാലത്ത് എങ്ങനെയാണോ നടത്തി വന്നിരുന്നത്, അതിന് സമാനമായ രീതിയിലുള്ള ചടങ്ങുകളാണ്. ആ ചടങ്ങുകളുടെ പവിത്രതയും മാറ്റും ഇന്നും കുറയാതെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ വിട്ടുപോകാതെ സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമുക്കറിയാം ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പരമ്പരാഗതമായിട്ടുള്ള വിധിപ്രകാരം നടത്തുന്ന ചടങ്ങുകളെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു പോകുന്നൊരു ഒരേ ഒരു ക്ഷേത്രം കൂടി ആണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു അതീവ വൈശിഷ്ട്യം കൂടിയുള്ളൊരു ക്ഷേത്രം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. എന്തായാലും 8:45-നും 9:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇന്ന് കൊടിയേറ്റ് നടക്കുക. ഈ മാസം 11-ന് വൈകിട്ട് ശംഖുമുഖം കടൽത്തീരത്ത് ആറാട്ട് നടക്കും. ആ തിരുവാറാട്ടോടു കൂടിയാണ് ഈ പൈങ്കുനി മഹോത്സവത്തിന് അവസാനം പരിസമാപ്തി കുറിക്കുന്നത്. ഭക്തരുടെ ഒരു വലിയ തിരക്കും ഈ സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പൈങ്കുനി ഉത്സവം കൊടിയേറുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയ്ക്ക് മുന്നിൽ ഈ പാണ്ഡവന്മാരുടെ വലിയ പ്രതിമകൾ സ്ഥാപിക്കും. പാണ്ഡവന്മാരെ വടക്കേ നടവരെ ആറാട്ട് എഴുന്നള്ളിക്കുകയും ചെയ്യും. ഇത് കാണുവാനും ആയി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. വില്ലുമംഗലം മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ആണ് എന്ന സങ്കല്പത്തിലാണ് ഇതിൽ ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അതിൽ ശിരസ് തിരുവല്ലത്തും പാദം തൃപ്പാദപുരം, അതോടൊപ്പം തന്നെ ഉദരം തിരുവനന്തപുരത്തും കാണപ്പെടുന്നു എന്നുമെല്ലാം ഐതിഹ്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ വലിയ മഹത്തരമായൊരു ഐതിഹ്യവും പാരമ്പര്യവും ഒക്കെയുള്ള ക്ഷേത്രം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. കലിയുഗാരംഭത്തിൽ പ്രതിഷ്ഠിതമായെന്നാണ് ഈ ക്ഷേത്രത്തെ കരുതപ്പെടുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്നത് ആണ്ടിൽ 2 തവണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുലാമാസത്തിലാണ് അൽപ്പശി ഉത്സവം നടക്കുക. തുലാമാസത്തിലെ അൽപ്പശി ഉത്സവവും മീനമാസത്തിലെ പൈങ്കുനി ഉത്സവവും, ഇതാണ് ഈ 2 ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. തിരുവിതാംകൂർ രാജപ്രതിനിധി ഉടവാളേന്തി അകമ്പടി സേവിക്കുന്ന 2 ഉത്സവങ്ങളും അനന്തപുരിയുടെ നിവാസികൾക്കും അനന്തപുരിക്കും വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അനന്തപുരിയുടെ പ്രധാന ഘോഷയാത്രകളും ഇതാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി പൈങ്കുനി ആഘോഷങ്ങൾ ശംഖുമുഖത്താണ് സമാപിക്കുകയും ചെയ്തത്. അങ്ങനെ വളരെ ഐതിഹ്യവും പാരമ്പര്യവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു ഉത്സവം കൂടിയാണ്. പൈങ്കുനി ഉത്സവം കൊടിയേറുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയ്ക്ക് മുന്നിലായി ആയിട്ടാണ് ഈ പഞ്ചപാണ്ഡവന്മാരുടെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഈ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമകൾ ഈ കിഴക്കേ നടയ്ക്ക് മുന്നിൽ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ പിൻഭാഗത്തു നിന്നുള്ള, അതായത് ക്ഷേത്രത്തിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, അത് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് പ്രവേശിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്. അതിന് ഇവിടുത്തെ പോലീസിൻ്റെ അടക്കമുള്ള പെർമിഷനുകളും മറ്റ് എടുത്തുകൊണ്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ. ചെറിയ നിയമപ്രശ്നങ്ങളും സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് മാത്രമാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ ഈ പഞ്ചപാണ്ഡവന്മാരുടെ ഈ ക്ഷേത്രത്തിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നത്. പൈങ്കുനി ഉത്സവം, ആ ഉത്സവത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇപ്പോൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ 8:45 കൂടി ഉത്സവത്തിന് തുടക്കവും കുറിക്കും. അതിനുശേഷം ആണ് ചടങ്ങുകൾ നടക്കുന്നത്. പിന്നീട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. അതും വലിയ പ്രാധാന്യമുള്ള ചടങ്ങുകളാണ്. ആചാരപരമായിട്ടായാലും ശരി, അനുഷ്ഠാനപരമായിട്ടായാലും ശരി, ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു ആചാര കൂടിയാണ് ഈ പൈങ്കുനി 2 ഉത്സവങ്ങൾക്കും, അതായത് പൈങ്കുനി അൽപ്പശി മഹോത്സവങ്ങൾക്ക് നടക്കുന്നത്. കാരണം നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തവുമാണ്. അതുകൊണ്ട് അകത്ത് പോയി വരുന്നവരോട് ചോദിക്കൂ.
ആ, കൃഷ്ണ, തീർച്ചയായും ഇത് നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്. ക്യാമറ അടക്കമുള്ളവ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഉള്ള ഒരു റിപ്പോർട്ടിങ്ങിനാണ് ഇപ്പോൾ നിയന്ത്രണമുള്ളത്. ഏതായാലും ദർശനത്തിൻ്റെ സമയത്തിനും ഒരു സമയക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 8 മണിക്ക് ഇനി ദർശനം 8 മണിക്ക് ശേഷം മാത്രമാണ്. 8 മണിക്ക് ശേഷം അല്പസമയം മാത്രമാണ് ദർശനമുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് മാത്രമാണ് ദർശനമുള്ളത്. പിന്നീടും ചടങ്ങുകൾ നടക്കും ക്ഷേത്രത്തിൽ. ആ ചടങ്ങുകൾ നടന്നതിന് ശേഷം മാത്രമാണ് 10:30 ശേഷം മാത്രമാണ് ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചുകൊണ്ടൊരു ദർശനം നടക്കുക. അങ്ങനെ ആണ് ഈ ചേച്ചി ദർശനം നടത്തിയായിരുന്നു. ഭക്തർ ഇങ്ങനെ വരുന്നതാണ്. കാരണം ഈ നിയന്ത്രണമുള്ളത് കൊണ്ട് തന്നെ, ക്ഷേത്രത്തിലെ ദർശനത്തിന് നിയന്ത്രണമുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ദർശനം നടത്തി പോയവരാണ് ഭക്തർ മുഴുവനും. ബാക്കിയുള്ളവരെല്ലാം ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ, അതായത് ഈ കിഴക്കേ നട ഗോപുരത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ മാത്രമായി നിൽക്കുകയാണ്. ഈ പഞ്ചപാണ്ഡവന്മാരുടെയും അതോടൊപ്പം തന്നെ നിലവിലെ ഇവിടുത്തെ തോരണങ്ങളും അടക്കമുള്ളവരുടെ സൗന്ദര്യം ആസ്വദിക്കുകയും അതിനുശേഷം അതിൽ നിന്നുകൊണ്ട് തന്നെ തൊഴുത് അങ്ങ് മാറിപ്പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഏറ്റവും മുന്നിലേക്കായിട്ട് ആളുകൾ എത്തുന്നത് വളരെ കുറവാണ്. അതായത് ഈ ദർശനത്തിൻ്റെ ഒരു നിയന്ത്രണം വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ നടപ്പാത മുഴുവനും, അതായത് ഈ പ്രധാന വീതി ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത മുഴുവനും ഭക്തർക്ക് നിറയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ദർശനത്തിൻ്റെ നിയന്ത്രണം ദർശനത്തിന് നിയന്ത്രണം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനടക്കം ഒരു ചെറിയ നിയന്ത്രണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തരുടെ കാര്യത്തിലും ഈ ദർശനം കഴിഞ്ഞ് വരുന്ന ഭക്തർ അവിടെ നിന്ന് തന്നെ മടങ്ങിപ്പോവുകയും ഏറെ സമയം ഈ സ്ഥലത്ത് തന്നെ, അതായത് ഈ ശ്രീ കോവിലിന് മുന്നിലായിട്ടുള്ള ആ പ്രധാന ഗോപുരത്തിൻ്റെ ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികരണം തേടുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുമുള്ളത്. മാത്രമല്ല മറ്റ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ നിരവധി ഭക്തർ വരികയും ചെയ്യും. അവർക്ക് ഇതെല്ലാം കണ്ട് എവിടേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് നമുക്കിപ്പോൾ ഈ അങ്ങനൊരു സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും ഇപ്പോഴും ഇതിൽ ഈ പോലീസ് അധികാരികൾ പോലും പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ പോലും നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ നമ്മളോട് തന്നെ പറയുന്നത്. കാരണം അതിൻ്റെ പെർമിഷൻ ആവശ്യമാണെന്നാണ് അവരും പറയുന്നത്. അതിൻ്റെ ഒരു പരിമിതികൾ നമുക്കുള്ളിലുണ്ട്. എന്തായാലും ഉത്സവത്തിന് കൊടിയേറുകയാണ്. പൈങ്കുനി ഉത്സവം മീനമാസത്തിൽ നടക്കുന്ന പൈങ്കുനി മഹോത്സവത്തിനാണ് ഇപ്പോൾ കൊടിയേറുന്നത്. അതിൻ്റെ തുടക്കം ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിലും അതിൻ്റെ ആചാരപരവും അനുഷ്ഠാനപരവുമായിട്ടുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ ചടങ്ങുകൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 2 മഹോത്സവങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 2 മഹോത്സവങ്ങളാണ് അൽപ്പശിയും പൈങ്കുനിയും. അതിലെ പൈങ്കുനി മഹോത്സവത്തിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പഞ്ചപാണ്ഡവന്മാരുടെ അടക്കം പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ഉത്സവത്തിലേക്ക് കടക്കുന്നത്. കൃഷ്ണരാജ്. പ്രശാന്ത്, പൈങ്കുനി ഉത്ര മഹോത്സവം സന്നിധാനത്തും ഇന്ന് കൊടിയേറുകയാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഭക്തർ ഏറ്റവും അധികം എത്തി ഭഗവാനെ കണ്ട് തൊഴുതു വണങ്ങിപ്പോകുന്ന 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, 2ഇടത്തും പൈങ്കുനി ഉത്ര മഹോത്സവത്തിന് കൊടിയേറുകയാണ്. അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്ര മഹോത്സവത്തിന്? കൃഷ്ണരാജ്, വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ പൈങ്കുനി ഉത്സവത്തെ അനന്തപുരി വരവേൽക്കുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രവും വരവേൽക്കുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ 2 ഉത്സവങ്ങളാണ്, അതും 6 മാസത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവങ്ങൾ. അതാണ് തുലാമാസത്തിലെ അൽപ്പശിയും അതോടൊപ്പം തന്നെ മീനമാസത്തിലെ പൈങ്കുനിയും. ഇങ്ങനെ 6 മാസത്തിൽ ഇടവിട്ടാണ് 2 ഉത്സവങ്ങളും നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ 2 ഉത്സവങ്ങളുമാണ് ഈ അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾ. ആചാരപരമായിട്ടുള്ള ചടങ്ങുകളാണ് അവിടേക്ക് നടക്കുകയും ചെയ്യുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ഇത് പണ്ട് കാലത്ത് എങ്ങനെയാണോ, ഈ രാജഭരണകാലത്ത് എങ്ങനെയാണോ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്നത്, അതിൻ്റെ മാറ്റം ഒട്ടും കുറയാതെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരുവാറാട്ട് സമയത്ത് പോലും ഈ നമ്മുടെ വിമാനത്താവളം അടക്കം അടച്ചിട്ടുകൊണ്ട് അതിനുള്ളിലൂടെ ഈ ആറാട്ട് പ്രവേശിപ്പിക്കാനുള്ള അനുമതി അടക്കമുള്ളത്. ഇതിൻ്റെ ഒരു പാരമ്പര്യവും പഴമയും അതോടൊപ്പം തന്നെ ഈ ആചാര പെരുമയും നഷ്ടപ്പെടാതിരിക്കുമെന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഇത്തരം
ആചാരങ്ങൾ കൂടി, അതായത് ഇത്തരം ആചാരങ്ങൾ കൂടി ഉള്ളത്. എന്തായാലും അതിൻ്റെ ഒരു പാരമ്പര്യം കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ഉത്സവങ്ങളെല്ലാം അരങ്ങേറുന്നത്. അതും ഈ ആറാട്ട് സമയത്ത് പോലും 3 ദേവതകളെയാണ് പ്രധാനമായും എഴുന്നള്ളിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി, ശ്രീകൃഷ്ണൻ, നരസിംഹസ്വാമി എന്നിവരുടെ വിഗ്രഹങ്ങളാണ് ആറാട്ടിനായിട്ട് എഴുന്നള്ളിക്കുന്നത്. പെരിയ നമ്പി, പഞ്ചഗവ്യത്ത് നമ്പി, തെക്കേമഠം നമ്പി, തിരുവമ്പാടി നമ്പി ഇവർ ഇവിടുത്തെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകരാണ്. ഇവരാണ് ഈ ആറാട്ട് ഘോഷയാത്രയൊക്കെ അണിനിരക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ആനയുണ്ടാകും, അശ്വാരൂഢ സേനയുണ്ടാകും, പോലീസിൻ്റെ വാദ്യമേളങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ മിലിറ്ററിയുടെ വാദ്യമേളങ്ങളുണ്ടാകും, സായുധ സേന ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ മറ്റ് വിവിധ കലാരൂപങ്ങളടക്കം ഈ യാത്രയെ അനുഗമിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ ഒരു വൈശിഷ്ട്യത്തോടു കൂടി നടത്തുന്ന ഒരു യാത്രയോട് കൂടിയാണ്, ഒരു ഘോഷയാത്രയോടുകൂടിയാണ് മഹോത്സവത്തിൻ്റെ പരിസമാപ്തി തന്നെ കുറിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ വൈശിഷ്ട്യത്തോടെയും പ്രാധാന്യത്തോടെയും കൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്ര മഹോത്സവത്തിന് തുടക്കമാകുമെന്ന് 8:45-ന് 9:45-ന് മധ്യേ കൊടിയേറും. 10 നാൾ ഇനി ഉത്സവമാണ് അനന്തപുരിയിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.